السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع عظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. സമാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, മുതഅല്ലിംകളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനരായ ഫാറൂഖ് ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്കിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും മുഴുവൻ മശായിഖുമാരുടെയും
നമ്മുടെ ഉസ്താദുമാർ, സാദാത്തുക്കൾ എല്ലാവരുടെയും ദറജകൾ അല്ലാഹു ഉത്തരോത്തരം ഉയർത്തി നൽകുമാറാകട്ടെ. അവരെ അനുസ്മരിച്ചും അവരുടെ പേരിൽ വിവിധ ഇനം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കിയുമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ധാരാളം പരിപാടികൾ നടന്നു വരികയുണ്ടായി. ഇനി സദസ്സിൽ ഒരല്പനേരം കഴിഞ്ഞാൽ ബഹുമാന്യരായ അനസ് അമാനി ഉസ്താദ് അവർകൾ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയങ്ങൾക്ക് ശേഷം നമ്മുടെ വേദിയിലെത്തും. സമാപനമായി നടത്തപ്പെടുന്ന ദിക്റും ദുആഉം മറ്റു നസീഹത്തുകളുമെല്ലാം നമുക്ക് ഇന്നിവിടെ നിന്ന് ലഭിക്കുന്ന വലിയ വലിയ സംഭാവനകളാണ്. ലോകതലത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സമാധാനമാണ്. മനസ്സിന് സമാധാനം ലഭിക്കുന്ന വാക്കും പ്രവൃത്തിയും സമീപനവും അത് ഉണ്ടാകുമ്പോഴാണ് എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും സൗഹാർദ്ദവും ഉണ്ടായിത്തീരുന്നത്. അതിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും അസ്വസ്ഥതകൾ കൂടുതൽ കൂടുതൽ ഉണ്ടായിത്തീരുന്നു. ഏറ്റവും കൂടുതൽ സമാധാനവും ശാന്തിയും മനുഷ്യർക്ക് എപ്പോഴും വിഭാവനം ചെയ്യുന്ന പരിശുദ്ധ ഇസ്ലാം എല്ലാ മനുഷ്യരോടും സമാധാനത്തോടെയും ശാന്തിയോടെയും ജീവിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിനേറ്റവും നല്ല മാർഗം നമുക്കിടയിലുള്ള ബന്ധനങ്ങളാകാതെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. ഭൂമിയിൽ ഏറ്റവും വലിയ സമാധാനം സ്ഥാപിച്ചതും എല്ലാ ആളുകൾക്കും അതിൻ്റെ മാതൃകകൾ കാണിച്ചു കൊടുത്തതും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏറ്റവും വലിയ സമാധാനം അവിടുന്ന് സ്ഥാപിച്ചപ്പോൾ അതിനേറ്റവും കാതലായി തങ്ങൾ മുന്നോട്ട് വച്ചത് മനുഷ്യർക്കിടയിൽ ശിഥിലമാക്കപ്പെട്ട ബന്ധങ്ങൾ മുഴുവനും ഭദ്രമാക്കി ചേർക്കുകയും നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള വഴികൾ ഉപദേശിക്കുകയുമായിരുന്നു. പിന്നീട് അസ്വാരസ്യങ്ങൾ വരാതെ, തർക്കങ്ങൾ വരാതെ ബന്ധം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതെല്ലാം കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിക്കണം എന്നത് ഓരോന്നും പഠിപ്പിക്കുകയും സമൂഹത്തിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ മദീനയിൽ കണ്ടിരുന്ന ഏറ്റവും വലിയ
ദുഃഖകരമായ സാഹചര്യം കുടുംബ ശൈഥില്യമായിരുന്നു. നമ്മുടെ നാടുകളിലും സത്യത്തിൽ ജീവിക്കാൻ വീടും ചെലവിനുള്ള സൗകര്യവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മാനുഷികമായ ബന്ധത്തിന്റെ കുറവാണ് എല്ലാ തലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യർക്കിടയിൽ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ മുഴുവനും അറ്റുപോയി സ്വാർത്ഥതയും താല്പര്യങ്ങളും വഞ്ചനയും അതുപോലെയുള്ള ദുസ്വഭാവങ്ങളും പെരുകി പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് വേദനിക്കുന്നൊരവസ്ഥ അറിഞ്ഞാൽ അത് വേദനയോടെ കണ്ടിരുന്നു പഴയ കാലത്തൊക്കെ. ആ വേദന എല്ലാവർക്കും ഒരുപോലെയുള്ള വേദനയായിരുന്നു. ഇന്ന് ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന രണ്ട് വിഭാഗം രൂപപ്പെട്ടു വരികയാണ്. രണ്ടും കുടുംബക്കാരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കുടുംബം എന്ന നിലക്ക് ഒരുപോലെ കാണേണ്ട ആളുകൾ പറയുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, അത്ര പോരാ, കുറച്ചുകൂടി കൂടുതൽ വേണം. ഏതെങ്കിലും ഒരു ചെറിയ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് അദ്ദേഹം ആ വേദനയെ വ്യാഖ്യാനിക്കുന്നത്. താനുമായുള്ള പ്രശ്നത്തിന്റെ പേരിൽ അങ്ങനെ ഉണ്ടായാൽ പോരാ എന്നാണ് ആഗ്രഹിക്കുന്നത്. എതിരായി പ്രവർത്തിച്ച ആളുകളാണെങ്കിലും ഒരിക്കലും അവർക്കെതിരെ എതിരായി ദുആ ചെയ്യാതെ അനുകൂലമായി മാത്രം ദുആ ചെയ്ത് നമ്മെ പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ വരുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ് തങ്ങളാ ഉണർത്തിയത്. അധികവും അറിവില്ലായ്മയുടെ പേരിൽ വരുന്ന പ്രതിസന്ധികളാണ്. അതിന്റെ പേരിൽ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ തരം താഴ്ത്തുകയോ ശാപപ്രാർത്ഥന നടത്തുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് അനുകൂലമായ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിച്ചതും കുടുംബക്കാരിൽ നിന്നാണ്. പക്ഷെ അതിനൊരു സ്വാഭാവികമായ നിലപാടുകളോടുകൂടെ കണ്ട് അവരൊക്കെ നന്നായി കിട്ടാൻ വേണ്ടി തങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തി. കേടായി പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പ്രതികൂലമായ പ്രാർത്ഥനയും ശാപപ്രാർത്ഥനയും നല്ല സ്വഭാവക്കാരന്റെ ലക്ഷണമല്ല. നമ്മുടെ ബന്ധം മുറിഞ്ഞു പോകരുത് എന്ന് ചിന്തിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ഞാനോ എൻ്റെ സന്താനങ്ങളോ എൻ്റെ സഹോദരങ്ങളോ ബന്ധവിച്ഛേദനത്തിന് കാരണക്കാരായി മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി പറഞ്ഞൊരു വിഷയമാണല്ലോ അത്. വിശുദ്ധ ഖുർആനിലൂടെ ഒന്നിലധികം സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ശപിച്ച ഒരു വിഭാഗമാണ് ബന്ധവിച്ഛേദനം നടത്തുന്നവർ. അതിന് ചെറിയ എന്തെങ്കിലും സംശയങ്ങളായിരിക്കും ഉണ്ടാകുക. അത് വിട്ടേക്കണം. ഉറപ്പുള്ളത് മാത്രം സ്വീകരിക്കണം.
ധാരണകൾ പലതും നമ്മൾ ഒഴിവാക്കണം. ഇജ്തനിബു കസീറം മിനല്ലൻ, ധാരണകളിൽ നിന്ന് അധികം നിങ്ങൾ ഒഴിവാക്കണം. അതിന് കാരണം പറഞ്ഞത് ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, ചില ധാരണകളൊക്കെ പിശകാണ്. ചിലത് പിശകായതുകൊണ്ട് ചിലത് ഒഴിവാക്കണം എന്നല്ല അള്ളാഹു പറഞ്ഞത്, കൂടുതൽ ഒഴിവാക്കണം. മിക്ക ധാരണകളും ഒഴിവാക്കണം. എന്തെങ്കിലും ധരിച്ചുകൊണ്ട് സംസാരിക്കരുത്. ഇയ്യാക്കും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബുൽ ഹദീസ്, എന്തെങ്കിലും ധരിച്ചുകൊണ്ട് സംസാരിക്കരുത്. മനസ്സിൽ അങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നതിനെ നല്ലതായി വ്യാഖ്യാനിക്കണം. ഒരാളൊരു നോട്ടം നോക്കിയാൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിനെ അനുകൂലമായി വ്യാഖ്യാനിക്കാൻ കഴിയണം. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പ്രതികൂലമായി വ്യാഖ്യാനിക്കാനാണ് തോന്നുന്നത്. എന്തിനാ അയാൾ നോക്കിയത്? അയാൾ സന്തോഷം കൊണ്ട് നോക്കിയായിരിക്കും. അല്ലല്ല, ആ നോട്ടത്തിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. ഒരാൾ നോക്കുമ്പോഴേക്ക് നമുക്ക് തോന്നുന്ന തോന്നൽ അങ്ങനെയാണ്. അയാൾ എന്തിനാ നോക്കിയത്? അയാൾ നിങ്ങളെ കാണാൻ വേണ്ടി നോക്കിയതാണ്. നിങ്ങളയാളെ കുടുംബക്കാരനായതുകൊണ്ട് സ്നേഹത്തോടൊന്ന് നോക്കിയതാണ്. അല്ലല്ല, അയാളെ നോട്ടത്തിന്റെ പിന്നിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്. അയാൾ നോക്കാൻ പാടില്ലേ? നോക്കാൻ പാടുണ്ട്. നോക്കാൻ പറ്റിയ നോട്ടമാണ് നോക്കിയത്, ഒരു കുഴപ്പമില്ല. നല്ലതായി വ്യാഖ്യാനിക്കണം, മോശമായിട്ട് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും സംശയങ്ങൾ ഒരുമിച്ച് കൂടും. പിന്നെ അതിന് തുടർച്ചയായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ ആ വ്യക്തിയിലേക്ക് പടിചാരപ്പെടുന്ന കാര്യമായി മാറും. അതുകൊണ്ടാണ് ധാരണകളെ നന്നാക്കണം എന്ന് പറഞ്ഞത്. ഒരു ചെറിയ ധാരണ പിശക് കൊണ്ട് ഒരുപാട് മുസീബത്തുകളാണ് ലോകത്തുണ്ടായിത്തീരുന്നത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ വലിയൊരു ഉപദേശമാണ് ഇത്തഖൂ മവാദിഅത് തുഹം, തെറ്റിദ്ധാരണകൾ വരുത്തുന്ന പഴുതുകൾ നിങ്ങൾ ഉണ്ടാക്കരുത്, അത് കാത്തു സൂക്ഷിക്കണം എന്നത്. നമ്മൾ രണ്ടാളുകൾ കൂടി സംസാരിക്കുമ്പോ മൂന്നാമത്തെ ഒരാൾ അങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ കുറച്ചു നേരം അവിടെ നിൽക്കണമെന്ന് പറയുമ്പോ അയാളെ മനസ്സിൽ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ വരുമ്പോഴേക്ക് സംസാരം കഴിഞ്ഞാൽ അയാളോട് പറയണം, ഞങ്ങളൊരു കച്ചവടത്തെ പറ്റി സംസാരിക്കായിരുന്നു, ഒരു ഉദാഹരണം, അതൊന്ന് പൂർത്തിയായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞതാ. ഞങ്ങളൊരു ചെറിയ കുടുംബകാര്യം പറയായിരുന്നു. അയാളെ മനസ്സിൽ ഉദിച്ചു വന്നത് എന്നെ മാറ്റി നിർത്തിയവര് സംസാരിക്കുന്നത് എന്നെ പറ്റിയാകുമോ? അല്ലല്ല, എന്നെ പറ്റിയല്ല. അപ്പോഴേക്ക് അയാളെ മനസ്സ് ക്ലിയറായി, മനസ്സിൽ വന്നിരുന്ന ധാരണകളൊക്കെ നീങ്ങി. അവരെ സംസാരത്തിന്റെ വിഷയം കേട്ടപ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ അവിടുത്തെ സഹധർമ്മിണിയുടെ കൂടെ, രണ്ട് സഹധർമ്മിണിമാരുടെ കൂടെ, പത്നിമാരുടെ കൂടെ തങ്ങൾ യാത്ര പോകുമ്പോ, നടന്നു പോകുമ്പോ മറ്റൊരു ഭാഗത്തുനിന്ന് രണ്ട് സ്വഹാബിമാർ വരുന്നു. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ രണ്ട് സ്ത്രീകളെയാണ് അവർ കാണുന്നത്. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ സ്വഹാബിമാരെ രണ്ടുപേരെയും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കൂടെയുള്ളത് മൈമൂന ബീവിയും സൈനബ് ബീവിയുമാണ് റളിയല്ലാഹു അൻഹുമാ. സ്വഹാബിമാര് പറഞ്ഞു, നബിയെ, ഞങ്ങളൊന്നും മനസ്സിലൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ, നിങ്ങളൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾക്കെങ്ങാനും ഒരു ധാരണ പിശക് വന്നാൽ നിങ്ങളുടെ ഈമാൻ അത് ബാധിക്കും. അത് വരരുത് എന്ന് കരുതിയിട്ട് നേരത്തെ തന്നെ ഞാൻ ഉണർത്തിയതാണ്. ഇപ്പൊ നിങ്ങളെ മനസ്സിലൊന്നും വന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും വന്നാൽ അത് സംഗതി പ്രശ്നമാവും.
അങ്ങനെ ഒരു വിഷയം ആകരുത് എന്ന് കരുതിയിട്ടാണ് ഞാനത് ഉപദേശിച്ചത്. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഏതൊരു ആണിനെ പറ്റിയും പെണ്ണിനെ പറ്റിയും നല്ല ധാരണകൾ വെച്ചു പുലർത്തണം. നല്ല ഭാവനകളാകണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. മുഅ്മിനീങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണം, തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ ഒരാളോട് സംസാരിക്കുന്നതോ എന്തെങ്കിലും കണ്ടാൽ നല്ല വഴിക്കതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമമാകണം ഉണ്ടാകേണ്ടത്. ഒരാളെപ്പറ്റി വിചാരിക്കുമ്പോഴും നല്ല വിചാരങ്ങളാണ് മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് സംശയമാണെങ്കിൽ നമ്മുടെ ഖൽബിൽ നിറയുന്നത് മുഴുവനും കളവായിരിക്കും കൂടുതൽ. ഇന്ന സ്വിദ്ഖ തുമഅനീനതുൻ വൽ കദിബരീബതുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സത്യമായ നിലക്കുള്ള ഒരു ധാരണ, സത്യമായ നിലക്കുള്ള ഒരു വിശ്വാസം, സത്യമായ നിലക്ക് നീ ഉൾക്കൊള്ളുന്നത് തുമഅനീനതുൻ, അത് മനസ്സിന് സമാധാനമേകുന്നതാണ്. എപ്പോഴും നിന്റെ മനസ്സിന് നല്ല ശാന്തിയുണ്ടാകും. അതേ സമയത്ത് വൽ കദിബ രീബതുൻ, സംശയം ജനിപ്പിക്കുന്ന വിഷയങ്ങൾ കളവായിട്ട് മാറുന്നു. കളവ് പിന്നീട് ഇങ്ങനെ ഒരു കൂടി വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സിന് കറകൾ കൂടുതൽ കൂടുതൽ ബാധിച്ച് മനസ്സ് കറുക്കുകയാണ്, പരിശുദ്ധി നഷ്ടപ്പെടുകയാണ്. നല്ല സ്വഭാവങ്ങൾ മുഴുവനും മനസ്സിൽ നിന്ന് പറന്നകലുകയാണ്. നല്ലത് വിചാരിക്കണം. ഒരു വാർത്ത കേൾക്കുമ്പോഴും അങ്ങനെയാണ് വേണ്ടത്. നാട്ടിൽ ഒരാണിനെ പറ്റി ഒരു പെണ്ണിനെ പറ്റി ഒരു വിവരം കേൾക്കുമ്പോഴേക്ക് അടുത്ത ആളിലേക്ക് നിങ്ങൾ മെസ്സേജ് കൈമാറരുത്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലൗലാ ഇത് സമീഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. സുഖകരമല്ലാത്ത ഒരു വാർത്ത കേൾക്കുമ്പോ അത് മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നമ്മുടെ മനസ്സ് ധൃതിപ്പെടുകയാണ്. ഉപകരണങ്ങൾ പെട്ടെന്ന് നമ്മോട് സജീവമാകാൻ പറയുകയാണ്. എന്തെങ്കിലും ഒരു വ്യാജ വാർത്ത കേൾക്കുമ്പോ എന്തേ നിങ്ങൾക്ക് നല്ലത് വിചാരിച്ചൂടെ, അത് നല്ല നിലക്കൊന്ന് വ്യാഖ്യാനിച്ചൂടെ. വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായും ഒരു വ്യാജ വാർത്തയാണ് എന്ന് പറഞ്ഞുകൂടെ. അങ്ങനെ പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് തകരാറൊന്നുമില്ലല്ലോ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് മറ്റൊരാളിലേക്ക് പകർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അങ്ങനെയാണ്. സംശയദൃഷ്ടിയാ കണ്ട കാര്യമാണെങ്കിലും വിഷയം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നോക്ക്, ഒരാണിനെയും പെണ്ണിനെയും അസമയത്തൊരു സ്ഥലത്ത് വെച്ച് കണ്ടാലും അത് ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കുവാനോ വളച്ചൊടിക്കുവാനോ നമുക്ക് മാർഗമില്ല. എന്തേ ഇസ്ലാം അങ്ങനെ വെച്ചത്? നമ്മുടെ മനസ്സ് കേടാകണ്ടെന്ന് വരുത്തിയിട്ടാണ്. നമ്മുടെ മനസ്സ് അതുകൊണ്ട് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ മനസ്സിൽ നന്മയാണ് ഉണ്ടാകേണ്ടത്. ഒരാണിനെയും ഒരു പെണ്ണിനെയും നമ്മൾ അസമയത്തൊരു സ്ഥലത്ത് കാണുന്നു, നമ്മൾ ആ കണ്ട കാഴ്ച മാത്രമേ ഉള്ളൂ. അവര് നടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ അവർ സഞ്ചരിക്കുകയാണ്, അത്രേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മൾ ആ കണ്ടത് ഒന്നുകൂടി ഏച്ചുകൂട്ടി മറ്റൊരാളോട് പറഞ്ഞാൽ, അയാൾ ഒന്നുകൂടി അതിലേക്ക് ചിലതൊക്കെ ചേർത്ത് വേറൊരാളോട് പറഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് വേറെ എന്തെയോ വലിയ കുഴപ്പമായിട്ടാണ്, വിഷയമായിട്ടാണ്. കണ്ടത് തന്നെ നമ്മൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ ഭാഷ ശരിയായിട്ടില്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും. സംശയത്തോടെയുള്ളൊരു വാർത്ത കേട്ടാൽ തന്നെ നല്ല നിലക്ക് ഭാവിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. അതേ സമയത്ത് ദുഷിച്ചൊരു വ്യാഖ്യാനം അതിന് നൽകിയാൽ ദുരന്തമാണ് ഉണ്ടായിത്തീരുക.
സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാം അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കുന്നത്. നല്ലത് മനസ്സിലാക്കാൻ, നല്ലത് വിചാരിക്കാനുള്ള ഒരു ഖൽബാണ് വേണ്ടത്. പൊതുവെ മനുഷ്യന്റെ മനസ്സിൽ നല്ല അവസ്ഥകൾ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ റിമാർക്കുകളല്ലേ ഉണ്ടായിത്തീരുന്നത്. നിങ്ങൾ നോക്കൊരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം ഏതാണ്? നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമ്മൾ കാണുന്നു, ഏതെങ്കിലും ആളായിക്കോട്ടെ, കുടുംബക്കാരനോ അയൽക്കാരനോ പരിചയക്കാരനോ അപരിചിതനോ ആരോ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചിത്രം ഏതാണ്? ഏതാകണം ചിത്രം? നന്മയുടെ ചിത്രമാകണം. പക്ഷേ പൊതുവെ മനുഷ്യന്റെ മനസ്സിലേക്ക് അങ്ങനെയല്ല വരുന്നത്, ദുഷിച്ച ചിത്രങ്ങളാണ്. ആ മനുഷ്യനെ പറ്റിയുള്ള ദുർഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് പെട്ടെന്ന് കടന്നു വരിക. അതേ സമയത്ത് നല്ല മനസ്സുള്ള മനുഷ്യന്മാരങ്ങനെയല്ല വിലയിരുത്തുന്നത്, നല്ല രൂപത്തിലേ അവര് വിലയിരുത്തൂ. കണ്ടില്ലേ നിങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമും സഹപ്രവർത്തകരും കൂടി ഒരു വഴിക്ക് പോകുമ്പോ ഒരു നായ, അത് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഒരു നായ അതിന്റെ ജീവൻ പോയി ഒരു ഭാഗത്ത് കിടക്കുന്നു. കൂടെയുള്ള ആളുകൾ പറഞ്ഞു, നായ ചത്ത് കിടക്കുന്നു. എത്ര മോശപ്പെട്ട രീതിയിൽ ഒരു ചത്ത നായ എന്ന നിലക്ക് അതിനെ ഇകഴ്ത്തി പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ജീവൻ പോയിട്ടുണ്ടെങ്കിലും അതിന്റെ പല്ലിന് കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല വെളുപ്പുണ്ട്. എന്റെ പല്ല് കണ്ടില്ലേ, നല്ല ക്ലിയർ ഉണ്ട്. ഗുരുതരമായി നജസുള്ള ഒരു സാധനമാണ് നായ. പക്ഷെ അതിനെപ്പറ്റി പോലും കേടായി പറയാൻ പറ്റൂല. ഒരു ജീവിയെ പറ്റിയും പറയാൻ പാടില്ല, ഒരു ജീവിയെ നിന്ദിക്കാൻ പാടില്ല. എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ. ഓരോന്നിനും നൽകേണ്ട ബഹുമാനം ഓരോന്നിനും ഉണ്ട്. നായക്ക് അത്തരത്തിലുള്ള ഒരു ഇകഴ്ത്തിക്കൊണ്ടൊരു സംസാരം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ തിരുത്തിയത് നല്ല ഭാഷയിലൂടെയാണ്, നല്ല ഭാഷണത്തിലൂടെയാണ്. അതെങ്ങനെ വന്നു? നല്ല മനസ്സിൽ നിന്ന് അങ്ങനെ വരും. നല്ല മനസ്സിൽ നിന്ന് നല്ല റിസൾട്ട് വരും. കാരണം അവർ കാണുന്നതും അനുഭവിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ നന്മയെ മാത്രമാണ്. അതേ സമയത്ത് ഒരാളെ കാണുമ്പോ എപ്പോഴും നമുക്ക് തോന്നുന്നത് അയാൾ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ ആളാണ്, കുറവുള്ള ആളാണ്. പിന്നെ ആരാ ഉഷാറുള്ള ആള്? നമ്മൾ മാത്രം. നമുക്ക് മാത്രമേ ഉഷാറുള്ളൂ. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നന്മയാണ്. തിന്മ ചെയ്ത ആളാണെങ്കിലും അയാളിലുള്ളൊരു നന്മയാണ് പെട്ടെന്ന് ഉദിച്ചു വരേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മദ്യപാനം നടത്തപ്പെട്ട ഒരു സ്വഹാബിയെ കൊണ്ടുവന്നു. ഇസ്ലാമികമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു. ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നല്ല ബന്ധമുള്ള സ്വഹാബിയായിരുന്നു. ബഹുമാനപ്പെട്ട നുഐമാൻ റളിയല്ലാഹു അൻഹു. നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. നുഐമാൻ റളിയല്ലാഹു അൻഹു ഒരു സാധാരണ വ്യക്തിയല്ല, ബദരീങ്ങളിൽപ്പെട്ട മഹാനും കൂടിയാണ്. ഐളൻ നുഐമാൻ അല്ലദീ ഖദ് ഹാസ മിൻ ഇളഹാക്കി ഖൈറിൽ ഖൽഖി കുല്ല മുനാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് വലിയ സ്ഥാനം ഏറ്റുവാങ്ങിയ സ്വഹാബിയാണ് നുഐമാൻ റളിയല്ലാഹു അൻഹു. തങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കും ചില പ്രവർത്തനങ്ങളെ കൊണ്ടൊക്കെ. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോഴേക്ക് നബി തങ്ങൾക്ക് വലിയ സന്തോഷം. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, അവർ 2 മിനിറ്റ് നമ്മളോട് സംസാരിച്ചാൽ നമുക്കൊരു മനസ്സിനൊരു സമാധാനം. അവരെ കാണുമ്പോ തന്നെ മനസ്സിന് സമാധാനം. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാലും മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അങ്ങനെ സന്തോഷിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നതും ഒരു നന്മയാണ്. മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുക, മറ്റൊരാളെ മനസ്സിനെ നല്ലോണം വേദനിക്കുന്നൊരു മനസ്സിനെ അതിന്റെ മുറിവുകളൊക്കെ ഉണക്കിയിട്ട് ഒന്ന് നല്ല പേടിയൊക്കെ പോയി ഒരു പക്വതയിലെത്തിക്കുക, അത് നല്ലൊരു അമലാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ നല്ലൊരു കർമ്മമാണ്.
മറ്റൊരാളെ കൽബിൽ സന്തോഷം ഉണ്ടായി കൊടുക്കുക. ഈ നുഐമാൻ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വരുമ്പോ ഒരു കച്ചവടക്കാരനിൽ നിന്ന് ഒരു കൊട്ട കാരക്ക വാങ്ങി. ഒരു കൊട്ട കാരക്ക വാങ്ങിയിട്ട് കാശ് തരാന്ന് പറഞ്ഞു. കടത്തിനാ വാങ്ങിയത്. കടത്തിന് സാധനങ്ങൾ വാങ്ങാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കടത്തിന് ഒരു കൊട്ട കാരക്ക വാങ്ങിയിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ദാ നബിയെ, ഒരു കൊട്ട കാരക്കാന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും ഇങ്ങനെ എടുത്തു കൊടുത്തു. ഓരോരുത്തർക്കും കൊടുത്തു. സദസ്സിലുള്ളവർക്കൊക്കെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ കച്ചവടക്കാരൻ ആ സദസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്തേന്ന് ചോദിച്ചു. നമ്മളെ നുഐമാൻ റളിയല്ലാഹു അൻഹു ഒരു കൊട്ട കാരക്കയായിട്ട് വന്നിരുന്നു, അതിന്റെ കാശ് തന്നിട്ടില്ല. നുഐമാൻ റളിയല്ലാഹുവിന്റെ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. നുഐമാൻ റളിയല്ലാഹുവിനെ വിളിച്ചു, അല്ല നിങ്ങൾ കാശ് കൊടുത്തില്ലേ? നുഐമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ കൊടുക്കുന്നുള്ള ഉറപ്പിൽ ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. സന്തോഷത്തോടെ ആ ഒരു കൊട്ട കാരക്കയുടെ കാശ് കൊടുത്തു. നുഐമാൻ റളിയല്ലാഹു അൻഹു നൽകിയ ഈ സന്തോഷം കൊണ്ട് തങ്ങൾ ചിരിച്ചു. ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോ ഈ നുഐമാൻ റളിയല്ലാഹുവിൽ നിന്ന് ഒരു കുറ്റം സംഭവിച്ചു. മദ്യപാനം നടത്തി മഹാനവറുകളെ തങ്ങളെ മുന്നിൽ ഹാജരാക്കി. അതിന്റെ ശിക്ഷ കൊടുത്തു 40 അടി. ആ അടി അങ്ങനെ നിർവഹിക്കപ്പെട്ടപ്പോൾ ഒരാള് നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ അപ്പുറത്തുനിന്ന് ശാപവാക്കുകൊണ്ട് സംസാരിച്ചു, എതിർത്തുകൊണ്ട് സംസാരിച്ചു. മദ്യപാനം നടത്തിയതിന്റെ പേരിൽ അടി ഇങ്ങനെ കിട്ടിയ നുഐമാൻ റളിയല്ലാഹു അൻഹുവിനെ ലഅനത്ത് ചെയ്ത് സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്, അധിക്ഷേപിക്കരുത്. ലാ തുഈനു അലൈഹി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ അദ്ദേഹത്തിന് സഹായകമാക്കരുത്. ശപിച്ചുകൊണ്ട് പിശാചിനെ വീണ്ടും ഒരു സഹായിയാക്കി കൊടുക്കരുത്. ഫവല്ലാഹി മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിൽ വന്ന ചിത്രം, ഈ രൂപത്തിൽ ഒരു തെറ്റ് ചെയ്തിട്ട് മുന്നിൽ വന്ന് ശിക്ഷിക്കപ്പെട്ട ആളെ പറ്റിയും അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്താണ്? അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മഹബ്ബത്ത് വെക്കുന്ന ആളാണ്. ഒരു തെറ്റങ്ങോട്ട് ചെയ്തപ്പോഴേക്ക് പൂർണ്ണമായും ഇസ്ലാമിൽ നിന്ന് അയാൾ ഒഴിവായി പോയി എന്ന നിലക്ക് വിലയിരുത്തരുത്. ശാപവാക്കുകൾ അധികരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വീക്ഷണം അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനിൽ ഒരു ദുസ്വഭാവമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിനു പകരം നല്ല സ്വഭാവങ്ങൾ അയാളിലുള്ളത് വളർത്തിയിട്ടും വികസിപ്പിച്ചിട്ടും അദ്ദേഹത്തെ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. അതാണ് നല്ല മനസ്സുള്ള ആളുകളോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല മനസ്ഥിതിയാണ് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അടയാളം. അങ്ങനെയാണ് ഏതൊരു മനുഷ്യനെയും, ഏതൊരു ജീവിയെയും, ഏതൊരു സൃഷ്ടിയെയും അതിന്റെ നല്ല ഭാവത്തോടെ കാണാനുള്ള കാഴ്ചപ്പാട് വേണം. ഒന്നിനെയും നിസ്സാരപ്പെടുത്തരുത്, ഒന്നിനെയും ചെറുതാക്കരുത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിമാരിൽ നിങ്ങൾ നോക്ക്, ചെറിയ കുറിയ സ്വഹാബിമാരുണ്ട്, വലുപ്പം കുറഞ്ഞവർ, നീളം കൂടിയവരും ഉണ്ട്, കറുത്തവരും ഉണ്ട്, വെളുത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരിലും ഉള്ള നന്മകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടത്. കുറവുകളെ വിലയിരുത്തിയിട്ടല്ല ഒരാളെയും പറയാനോ മറ്റോ അവിടുന്ന് അനുഭവിച്ചിട്ടില്ല. ഒരു ചെറിയ കുറവ് പറഞ്ഞ് അധിക്ഷേപിച്ചതിന്റെ പേരിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ ശകാരിച്ചു. ഒരു ചെറിയ തർക്കമുണ്ടായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ
കറുപ്പിന്റെ പേരിൽ ഒന്ന് ആക്ഷേപിച്ചു. ലോകത്ത് ഇന്നും നമ്മൾ കാണുന്നു കറുത്ത വർഗക്കാരെ അടിച്ചമർത്തുന്ന സ്വഭാവം. കഴിഞ്ഞ വർഷവും ഈ വർഷത്തിന്റെ ആദ്യത്തിലും കറുത്ത വർഗക്കാരനായി എന്നതിന്റെ പേരിൽ കിരാതമർദ്ദനങ്ങൾ ഏൽക്കുന്ന ചിത്രങ്ങൾ വാർത്താ മീഡിയയിലൂടെ പലതും നാം കണ്ടു കഴിഞ്ഞു. വിദേശ രാജ്യങ്ങളിൽ കറുത്ത വർഗക്കാരെ ചവിട്ടി മെതിച്ച് കൊന്നുകളയുന്നത് വരെ നാം കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ഇസ്ലാം മാനവരാശിയോട്, മനുഷ്യ സമൂഹത്തോട് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അവമതിക്കാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല, ഒരാളെയും നിന്ദിക്കാൻ പാടില്ല. മനുഷ്യൻ എന്ന അർത്ഥത്തിലുള്ള ഒരു ബഹുമാനം മനുഷ്യർക്ക് വലിയ അർത്ഥത്തിൽ അള്ളാഹു നൽകിയ ബഹുമാനമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയല്ലേ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനമുള്ള സ്വഹാബിയാണ്. രണ്ടുപേരും വാക്ക് തർക്കങ്ങൾക്കിടയിൽ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സംബോധന ചെയ്തപ്പോൾ യാ അബസ്സൗദാ ഇബ്ന സൗദാ എന്നൊരു പേര് വിളിച്ചു. ഇബ്ന സൗദാ, നിറം ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വിളി. ബിലാൽ റളിയല്ലാഹുവിന്റെ മനസ്സിൽ വലിയൊരു സങ്കടം. ഈ വിളി പഴയ കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും അടിമയായ കാലഘട്ടത്തിലും കേട്ടിട്ടുണ്ട്. അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടിയ ശേഷം ഇങ്ങനെ ഒരു പേര് വിളിക്കാറില്ല. പിന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോഴാണ് അങ്ങനെ ഒരു വിളി കേൾക്കുന്നത്. സങ്കടം സഹിക്കാത്തത് കൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മാനെ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ചു. കറുത്ത പെണ്ണിന് ജനിച്ച മോനെ എന്നാണ് ആ വാക്കിന്റെ നേരെ അർത്ഥം. അപ്പൊ സ്വന്തം കളർ മാത്രല്ല, ഉമ്മാന്റെ കളറും കൂടി പറഞ്ഞു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ച് വലിയ ഗോത്രത്തിന്റെ തലവനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, യാ അബൂദർ ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ. അബൂദറുൽ ഗിഫാരി തങ്ങളെ, നിങ്ങളിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ സ്വഭാവം ബാക്കിയുണ്ടോ? എന്താ നിങ്ങളാ വിളിച്ചത്? എന്തൊരു വാക്കാ നിങ്ങളാ വിളിച്ചത്? കുറവുള്ള ഒരാളെ കുറവ് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഉപ്പമാരോടൊക്കെ പറയാനുള്ളത്, ഉമ്മമാരോടൊക്കെ, ഏതെങ്കിലും ഉസ്താദുമാര് വീട്ടിൽ വരുമ്പോ പഠനത്തിന് മികവ് കുറഞ്ഞ കുട്ടികളെ പറ്റിയിട്ട്, ഉസ്താദെ ഇവന് ദ്വാരക്കണം, ഇവന് ആളൊരു മണ്ടനാണ് എന്ന് പറയാൻ പാടില്ല. ഇവനൊരു പൊട്ടനാണ്, കഥല്ലാത്തവനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ആ കുട്ടിയെ നേരെ മുന്നിൽ നിർത്തിയിട്ട് രക്ഷിതാവ് പറയരുത്. ഈ കുട്ടിയുടെ പഠനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഓർമ്മ ശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ പറയാം. ആ കുട്ടിയെ ഇവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണ് എന്ന അർത്ഥത്തിൽ അധിക്ഷേപിക്കരുത്. എന്നും അതൊരു മനസ്സിലൊരു മുറിവായി എവിടെ കിടക്കും. ഞാനൊരു പൊട്ടനാണ്, ഞാനൊരു മണ്ടനാണ്, മടയനാണ്, ബുദ്ധിയില്ലാത്തവനാണെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഇനി ഞാൻ അങ്ങനെ ഉണ്ടാകൂ. ആ കുട്ടിയുടെ മനസ്സിൽ അത് തറച്ചു പോകും. അതുകൊണ്ട് അങ്ങനെ പറയരുത്. കഴിവ് കുറഞ്ഞവനാണെങ്കിലും നല്ല കഴിവ് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയാം, ദുആ ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാം. പക്ഷേ കഴിവുകേടിലേക്ക് ചേർത്തിക്കൊണ്ട് പറയരുത്. അത് മനസ്സ് വേദനിപ്പിക്കുന്ന വിഷയമായി മാറും. ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ സ്വകാര്യമായി അവരെ സാന്നിധ്യത്തിലല്ലാതെ വിഷയങ്ങൾ പറയുകയും അതും നല്ല മനസ്സോടുകൂടെ മാത്രം നന്മ കരുതിയിട്ട് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രചോദിപ്പിക്കാനും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഉണർത്തിക്കൊടുക്കാം. അവിടെയും ദുരുദ്ദേശം ഉണ്ടാകരുത്. നല്ല മനസ്ഥിതി മാത്രമേ ഉണ്ടാകാവൂ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നു, പൊരുത്തപ്പെടിക്കുന്നു. പൊരുത്തപ്പെടിച്ചത് കൊണ്ട് മാത്രം മതിയായില്ല,
ആ പൊരുത്തം നന്നായി കിട്ടുന്നതിന് വേണ്ടി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാൽപാദം പിടിച്ചുകൊണ്ട് അബൂദർ ഗിഫാരി തങ്ങൾ പറയുന്നു, നിങ്ങളെ കാൽപാദം ഒന്ന് ഉയർത്തി തരണം, എന്റെ കവിളിലേക്കൊന്ന് ചേർത്ത് വെക്കാനാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പലതവണ പറഞ്ഞിട്ടും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു കാല് വിട്ടില്ല. നിങ്ങളെ കാലൊന്ന് ഉയർത്തി തരണം, ഈ കറുത്ത നിറമുള്ള കാല് അതെന്റെ കവിളിലേക്കൊന്ന് ചേർത്തി വെക്കട്ടെ. എന്റെ മനസ്സിലുള്ള ദുഷ്കരമായ അവസ്ഥകൾ മുഴുവനും അതെന്റെ മനസ്സിൽ നിന്ന് മുഴുവനും പാറിപ്പറന്നു പോകണം. നല്ല സമത്വത്തിന്റെയും സമവാക്യത്തിന്റെയും ചിന്ത മാത്രമേ എന്റെ മനസ്സിൽ വരാവൂ എന്ന നിലക്ക് ആ കാലങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അത് കവിളിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു സമാധാനിച്ചു. സഹോദരങ്ങളെ, മനുഷ്യനെ ഈ രൂപത്തിൽ ഇകഴ്ത്തരുത്. സാമ്പത്തിക രംഗത്തൊരാൾക്ക് കുറവുണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ടൊരു സാധുവാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു വലിയ ആളായിട്ട് ഉയരരുത്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ചിന്ത വരരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തങ്ങൾ ഉപദേശിച്ചില്ലേ? സഅദ് റളിയല്ലാഹു അൻഹു നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള സ്വഹാബിയായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന് തനിക്ക് നബി തങ്ങളെ മുന്നിൽ വലിയ മഹത്വവും സ്ഥാനവും ഉണ്ട് എന്ന അർത്ഥത്തിൽ സഅദ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ രൂപപ്പെട്ടു വന്ന വിഷയത്തെ ഒന്ന് ചികിത്സിച്ച് നിയന്ത്രിച്ചു മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഅദേ ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. നിങ്ങളെ സഹായിക്കപ്പെടുന്നതും നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും നിങ്ങളെ കൂട്ടത്തിലെ പാവങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്, സാധുക്കളുടെ പുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് സഹായം നൽകപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ സാധുക്കളെ നല്ല മഹത്വമുള്ളവരായി പരിഗണിക്കണം. ദുർബലരായ ആളുകളെ അവരെ മറ്റുള്ള ആളുകളെ പോലെ കണ്ട് പരിഗണിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ കൂടിച്ചേർന്നവരിൽ ഏറ്റവും അധികം ആരാണ് കൂടുന്നത് എന്ന് അബൂ സുഫിയാനോട് ഹിറഖിൽ ചക്രവർത്തി ചോദിച്ചില്ലേ? നിങ്ങളെ നാട്ടിൽ ദഅവത്ത് നടത്തുമ്പോൾ ആരാണ് കൂടുതൽ ആ നബിയെ അനുഗമിക്കുന്നത്? നിങ്ങളെ നാട്ടിലെ ദുർബലരാണോ പ്രമാണിമാരാണോ? അബൂ സുഫിയാൻ അന്ന് ഹിറഖിൽ ചക്രവർത്തിയോട് പറഞ്ഞു, കൂടുതലും ആ നബിയെ അനുഗമിക്കുന്നത് ജനങ്ങളിലെ ദുർബലരാണ്. സാധുക്കളുണ്ട്, ദരിദ്രരുണ്ട്, അഗതികളുണ്ട്, അതേ രൂപത്തിൽ തന്നെ അശരണരുണ്ട്, ആരും സഹായിക്കാനില്ലാതെ ഒറ്റക്ക് കഴിയുന്ന കുടുംബാംഗങ്ങളുണ്ട്, ആണും പെണ്ണുമുണ്ട്. അവരാണ് കൂടുതലും അവിടത്തോടൊപ്പമുള്ളത്. അതേ ആ ഉത്തരം കിട്ടിയപ്പോൾ അബൂ സുഫിയാനോട് ഹിറഖിൽ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. പൂർവകാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിച്ച പ്രവാചകന്മാര് മുഴുവനും അങ്ങനെ തന്നെയാണ്. അവരുടെ പിന്നാലെ കൂടിയതും നടന്നിരുന്നതും അനുഗമിച്ചിരുന്നതും ജനങ്ങളിലെ ദുർബലരായിരുന്നു. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ ഏറ്റവും അധികം വിശ്വസിച്ചിരുന്നത് ആരാണ്? ഫിർഔനും ഫിർഔനിന്റെ അനുയായികളും. തട്ടിത്തെറിപ്പിച്ച് ചെറിയ ചില്ലറ പണികൾ മാത്രം കൊടുത്തിരുന്ന, വലിയ ശമ്പളമുള്ള ഒരു തൊഴിലിലേക്കും കയറ്റിവിടാത്ത ബനൂ ഇസ്രായേൽ എന്ന ശ്രേഷ്ഠ കുടുംബമായ പാവങ്ങളായിരുന്നു. അവരല്ലേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ അധികവും ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഫിർഔനിന്റെ കൂടെയുള്ളതോ വലിയ പ്രമാണിമാരാണ്, ധനാഢ്യന്മാരാണ്, സമ്പന്നരാണ്, എല്ലാത്തരം കഴിവുകളും സ്വാധീനവും ഉള്ളവരാണ്. ചുരുങ്ങിയ ആളുകൾ ദുർബലരായ ആളുകളല്ലേ, സാധുക്കളായ ആളുകളല്ലേ.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നത്. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫിർഔൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ കൂട്ടത്തിൽ പ്രഗൽഭരും പ്രമാണിമാരും മുഴുവനും എന്നോടൊപ്പമാണുള്ളത്. സാധുക്കളായ ആളുകളിൽപ്പെട്ട കുറച്ചാളുകൾ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെയും ഉണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ദുർബല വിഭാഗത്തിനാണ് വലിയ സ്ഥാനമാനവും കൊടുത്തത്. എപ്പോഴും അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശം അങ്ങനെയാണ്. വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുളിഫൂ ഫിൽ അർള് വനജ്അലഹും അഇമ്മതൻ വനജ്അലഹുമുൽ വാരിസീൻ. പക്ഷെ ആളുകളുടെ മനസ്സിൽ എപ്പോഴും കണ്ണു പോകുന്നതും മനസ്സ് പോകുന്നതും നേരെ തിരിച്ചാണ്. അങ്ങനെയാണ് മനസ്സ് പോകുക. ആളുകളുടെ മനസ്സൊക്കെ അങ്ങനെയല്ലേ പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹാജിരീങ്ങളുടെ കൂട്ടത്തിലാണോ അൻസാറുകളുടെ കൂട്ടത്തിലാണോ എണ്ണുന്നത്? മുഹാജിറുകളുടെ കൂട്ടത്തിലാണ് എണ്ണുന്നത്. ഹിജ്റ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിന് ഭാഗ്യം കിട്ടിയവരാണ് മുഹാജിറുകൾ. ഹിജ്റ പോയ മുഹാജിറുകളൊക്കെ അധികവും പാവപ്പെട്ട സ്വഹാബിമാരായിരുന്നു. മക്കയിൽ ജീവിക്കുമ്പോൾ പലർക്കും സാമ്പത്തികമായ സ്രോതസ് ഉണ്ടായിരുന്നെങ്കിലും ഹിജ്റ എന്ന് പറയുന്ന ഈമാനിന് ഏറ്റവും മാറ്റുകൂട്ടുന്ന ഒരു സുഹൃതത്തിന് അവർ തയ്യാറെടുത്തപ്പോ പലതും കൈയൊഴിക്കേണ്ടി വന്നു. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ സഹായമാണ് അവർക്ക് നൽകിയത്. ഭൂമിയിലുള്ള ദുർബല വിഭാഗം അവരെ പുരോഗതിപ്പെടുത്തിയിട്ട് നേതാക്കളാക്കാനും ഭൂമിയുടെ അനന്തരാവകാശികളാക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു തീരുമാനമാണ്. കോടിക്കണക്കിന് ആസ്തിയുള്ള പല രാഷ്ട്രങ്ങളും അതുപോലെ പ്രതികരിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ദുർബല വിഭാഗത്തിന്റെ മേൽ, ജനവിഭാഗത്തിന്റെ മേൽ എപ്പോഴും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും കടന്നാക്രമണം ചെയ്യുകയും അക്രമങ്ങൾ നിലനിർത്തിയിട്ട് ആയുധങ്ങൾ ചെലവഴിച്ചിട്ട് സമ്പത്ത് സ്വരൂപിക്കുകയും ചെയ്യുന്ന ദുരവസ്ഥ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനും ഒരവസാനം വരും. ഒരവസാനം വരാതെ ലോകം അവസാനിക്കില്ല. ഒരവസാനം വരും. ഈ ദുർബല വിഭാഗത്തിന് വലിയ സ്ഥാനം റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കൊടുക്കുന്ന ഒരു ദിനം ഭൂമിയിൽ വരാനുണ്ട്. അവർക്കന്ന് വലിയ സന്തോഷത്തിന്റെ ഒരു അവസ്ഥ വരും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ പുറപ്പാടും അതിനോടനുബന്ധിച്ചുള്ളതും എല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങളായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേറ്റവും വലിയ സന്തോഷമായി തീരുന്നത് ഇന്ന് അക്രമികളായി ഭൂമിയിൽ രാവും പകലും വ്യത്യാസമില്ലാതെ, കുരുന്നുകൾ, സ്ത്രീകൾ, ദുർബലർ എന്ന് വ്യത്യാസമില്ലാതെ അക്രമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനത, അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷാവസ്ഥ വരുന്നത്. അവരെ അടിച്ചമർത്തുക എന്ന് പറയുന്നത് ഇവിടെ വലിയ ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ വിഭാഗത്തിന്റെ ഒരു വലിയൊരു വീക്ഷണമാണ്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പുരോഗതി കൊടുത്ത്, അവർക്ക് ഉന്നതി കൊടുത്ത് ദുർബല വിഭാഗത്തെ അല്ലാഹു തആല ശക്തിപ്പെടുത്തും. എത്ര കഴിവുണ്ടായിരുന്നു ഫിർഔന്! ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു ചരിത്ര സംഹിതയല്ലേ അത്. എത്ര വലിയ കഴിവുള്ളാരായിരുന്നു ഫിർഔൻ! അവന്റെ ആസ്തി കൊണ്ടല്ലേ അവൻ ചോദിച്ചത് ജനങ്ങളോട്, അലൈസ ലീ മുൽക്കു മിസ്ർ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. മിസ്റിന്റെ ആധിപത്യം മുഴുവനും എനിക്കല്ലേ ജനങ്ങളെ? മിസ്റിന്റെ അധികാരം മുഴുവനും എനിക്കല്ലേ? ഈ കാണുന്ന നദികളൊക്കെ ഒഴുകുന്നത് എന്റെ കീഴിലല്ലേ ഇതൊക്കെ ഒഴുകുന്നത്? എന്താ അവന്റെ ചോദ്യം നോക്ക് നിങ്ങൾ. സാമ്പത്തികമായി വലിയ കഴിവുള്ള ഞാനല്ലേ ഒരു സാമ്പത്തിക സ്രോതസ്സും ഇല്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യനേക്കാൾ ആരെ സൂചിപ്പിച്ച്? കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൂചിപ്പിച്ച് ഇദ്ദേഹത്തെക്കാളും നല്ല ആള് ഞാനല്ലേ? അം അന ഖൈറും മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ വലാ യകാദു യുബീൻ. പക്ഷേ എത്ര സംഘശക്തി ഉണ്ടായിരുന്നു!
എത്ര സ്വാധീനമുണ്ടായിരുന്നു, എന്തെല്ലാം സാമ്പത്തിക സ്രോതസ്സുണ്ടായിരുന്നു. കം തറകൂ മിൻ ജന്നാതിൻ വഉയൂൻ വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. എത്ര തോട്ടങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചത്, എത്ര നദികളെയാണ് അവർ ഉപേക്ഷിച്ചത്, എത്ര കൃഷിയിടങ്ങളെയാണ് അവർ ഉപേക്ഷിച്ചത്. കൊട്ടാരങ്ങളിൽ ഒന്നിലും അന്തിയുറങ്ങാൻ ഭാഗ്യം ലഭിക്കാതെ അവര് ഖൽസം നദിയുടെ ഉള്ളിലേക്ക് അകപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ മുഴുവൻ ആളുകളും മുങ്ങി നശിച്ചു പോയില്ലേ? സംഘശക്തിക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? കൂടെയുള്ള സേനക്ക് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? ഏതെങ്കിലും ഉപകരണത്തിനോ ഏതെങ്കിലും ആൾക്കോ മുങ്ങിത്തായുന്ന ഫിർഔനിനെ ഒന്ന് പിടിച്ച് രക്ഷിക്കാൻ കഴിഞ്ഞോ? കൂടെയുള്ള ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഫഅഗ്റഖ്നാഹും അജ്മഈൻ ഫജഅൽനാഹും സലഫൻ വമതലൻ ലിൽ ആഖിരീൻ. അല്ലാഹു തആല പറഞ്ഞു, ആ ഫിർഔനിനെയും കൂട്ടരെയും പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് നമ്മളൊരു മാതൃകയാക്കി വെച്ചതാണ്. ഇത്രയും വലിയ അഹന്തയും അഹങ്കാരവും ഉപയോഗിച്ച് 10,000-കണക്കിന് കുരുന്നുകളെ കൊന്നൊടുക്കിയവനാണ് അവൻ. ജനങ്ങൾക്കിടയിൽ സാമ്പത്തികത കൊണ്ട് വലിയ അഹന്ത നടിച്ചവനാണവൻ. എല്ലാം എന്റെ കാൽ കീഴിലാണെന്ന് പ്രസ്താവിച്ചവനാണവൻ. പക്ഷേ മരണം വന്നപ്പോൾ, നാശത്തിന് വിധേയനായപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ സംഘശക്തിയുണ്ടായോ? അവന്റെ സേനയുണ്ടായോ? കാവൽ ഭടന്മാരുണ്ടായോ? ഏതെങ്കിലും ഒരാൾക്ക് അവനെ ആ ആയക്കഴത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? അല്ലാഹു തആലാന്റെ സംവിധാനങ്ങൾക്ക് മറികടക്കാൻ ഏതെങ്കിലും ഒരു ശക്തിക്ക് കഴിഞ്ഞോ? അല്ലാഹു പറഞ്ഞു, വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ. അവൻ നട്ടുവളർത്തിയ ഉദ്യാനങ്ങളും അവന്റെ ആരാമങ്ങളും അവന്റെ കോട്ടകൊത്തളങ്ങളും കൊട്ടാരങ്ങളും മറ്റൊരു ജനവിഭാഗത്തിന് നമ്മൾ അനന്തരം കൊടുത്തു. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻളരീൻ. അത്രയും ലക്ഷം ആളുകൾ മുങ്ങി നശിച്ചപ്പോ അവരെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് ആകാശം കരഞ്ഞില്ല, ഭൂമി കരഞ്ഞില്ല. ആകാശവും ഭൂമിയും അങ്ങനെ മരണത്തിന്റെ പേരിൽ കരയുമോ? കരയും. ഇന്നൽ മുഅ്മിന ഇദാ മാത ബക്കത്ത് അലൈഹി മുസല്ലാ. ഒരു മുഅ്മിൻ മരണപ്പെട്ടു പോകുമ്പോ ഇന്നലെ വരെ അവൻ നിസ്കരിച്ച മുസല്ല, ഇന്നവൻ നിസ്കരിച്ച മുസല്ല, അവൻ നെറ്റിവെച്ച് സുജൂദ് ചെയ്ത സ്ഥലമില്ലേ, അല്ലെങ്കിൽ അവന്റെ നിസ്കാര പായയില്ലേ, മുഅ്മിനത്തായ പെണ്ണ് ധരിച്ച നിസ്കാര കുപ്പായമില്ലേ, ബക്കത്ത് അലൈഹി മുസല്ലാ. റബ്ബിന് സുജൂദ് ചെയ്ത ഇടം കരഞ്ഞു പോകുന്നു. ഇന്നലെ വരെ തസ്ബീഹ് കിട്ടിയ സ്ഥലത്ത് ഇന്ന് തസ്ബീഹ് കേൾക്കാനില്ലല്ലോ. അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹുകൾ ഈ സ്ഥലത്ത് ചെയ്തിരുന്ന വ്യക്തി എവിടെ? അള്ളാഹുവിന് ഒരുപാട് തസ്ബീഹ് ചൊല്ലിയിരുന്ന വ്യക്തി എവിടെ? ആ വ്യക്തി മരണപ്പെട്ടതിന്റെ പേരിൽ മുസല്ല കരയുന്നു, ആകാശം കരയുന്നു, ഭൂമി കരയുന്നു. കാരണം നന്മകളാണ് അവരിൽ നിന്ന് ആകാശവും ഭൂമിയും അനുഭവിച്ചത്. തിന്മകൾ അനുഭവിച്ചാൽ ആകാശം കരയില്ല, ഭൂമി കരയില്ല, എല്ലാം സന്തോഷിക്കുകയാണ്. ഫിർഔൻ ഏറ്റവും വലിയ അക്രമമല്ലേ ഭൂമിയിൽ വിധാനിച്ചത്? അവന്റെയും അവന്റെ സമൂഹത്തിന്റെയും പേരിൽ ആകാശം അനുശോചനം അർപ്പിച്ചില്ല. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബിമാർക്കും വലിയ സഹായം ചെയ്ത സ്വഹാബിയാണ്. ജീവിക്കാനുള്ള സഹായം മാത്രമല്ല, എല്ലാ നിലക്കും അന്തസ്സോടെ ജീവിക്കാനും എല്ലാ നിലക്കും വിശുദ്ധ ദീനിന്റെ പ്രചരണത്തിനും വലിയ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്ത സ്വഹാബി വഫാത്തായപ്പോൾ
അനുശോചനം രേഖപ്പെടുത്തിയിട്ട് അല്ലാഹുവിന്റെ അർശ് കരഞ്ഞില്ലയോ? ഇഹ്തസ്സ അർശുർ റഹ്മാനി ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ അർശ് വിറവിറച്ചു പോയി. കാരണം ആ അർശ് അനുഭവിച്ചിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന സുഹൃതങ്ങൾ അർശ് അനുഭവിച്ചിട്ടുണ്ട്. അർശ് അത് അറിഞ്ഞിട്ടുണ്ട്. അതിന്ന് ഉയർന്നു വരാതിരുന്നപ്പോ ഇന്നലെ വരെ ഉയർന്നു വന്ന സുഹൃതം ഇന്ന് അസ്തമിച്ചു പോയല്ലോ. ഭൂമിയിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് നീങ്ങിയല്ലോ എന്ന സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. ഓ സഹോദരങ്ങളെ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് പോലും പ്രവേശനമില്ലാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാർപ്പിക്കുന്നത്, അവരെ അധിവസിപ്പിക്കുന്നത് കൊട്ടാരത്തിലും അവന്റെ കൃഷിയിടങ്ങളിലും അവന്റെ തോട്ടങ്ങളിലും അവന്റെ സുഖസൗകര്യങ്ങളിലുമാണെങ്കിൽ റബ്ബിന്റെ തീരുമാനം എത്ര വലുതാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ആർക്കെങ്കിലും ആകുമോ? ഇല്ലേ ഇല്ല. സഹോദരങ്ങളെ, ഈമാൻ ഊർജിതപ്പെടുത്തി നമ്മൾ മുന്നോട്ട് നീങ്ങണം. കാലം മാറി മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോ, കാലത്തിലെ ഓരോ സംഗതികൾ പുതുമേറിക്കൊണ്ടിരിക്കുമ്പോ, പുതുപുത്തൻ സംഗതികൾ നമ്മളിലേക്ക്, നമ്മുടെ കൺമുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഈമാനികമായി നമ്മൾ ദുർബലപ്പെട്ടു പോകരുത്, ക്ഷയിച്ചു പോകരുത്. ഏറ്റവും വലിയ കഠിനാധ്വാനമാണ് ഈമാനിനെ കാത്തു സൂക്ഷിക്കാനുള്ള അധ്വാനം. നമ്മുടെ ശരീരത്തിന് വലിയ സുരക്ഷിതത്വം കൊടുക്കണം. ശരീരത്തിന്റെ സുരക്ഷിതത്വം എന്താണെന്നറിയുമോ സഹോദരങ്ങളെ, സഹോദരിമാരെ? ശരീരത്തിന്റെ സുരക്ഷിതത്വം, ഈമാനിന് പരിക്കേൽക്കുന്ന ഒരുപാട് രൂപഭാവങ്ങൾ നമ്മുടെ ശരീരത്തിന് വരാം, നമ്മുടെ മനസ്സിന് വരാം, പ്രവർത്തനങ്ങൾക്ക് വരാം, വാക്കുകൾക്ക് വരാം, ചിന്താധാരകളിൽ വരാം. അതിനോടൊക്കെ സമരം ചെയ്തുകൊണ്ട് ഈമാനിനെ കാത്തു സൂക്ഷിക്കാനുള്ളൊരു രൂപഭാവം അത് മുഅ്മിനീങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. യഥാർത്ഥ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയെടുത്ത് വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അവർ കഠിനാധ്വാനം ചെയ്തു. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലായി. കഠിനാധ്വാനം, സമ്പത്ത് കൊണ്ട് കഠിനാധ്വാനം ചെയ്യണ്ടേ? ചെയ്യണം. ശരീരം കൊണ്ട് കഠിനാധ്വാനം ചെയ്യണ്ടേ? ചെയ്യണം. എന്തേ സമ്പത്ത് കൊണ്ടുള്ള കഠിനാധ്വാനം എന്ന് പറഞ്ഞത്? ആ സമ്പത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ വിനിയോഗിക്കുകയും തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ സംഭരിക്കുകയും വേണം. രണ്ടിനും കഠിനാധ്വാനം കൂടിയേ തീരൂ. നല്ല അധ്വാനമാണ്. നല്ല സമ്പത്ത് സ്വരൂപിക്കാൻ നല്ല അധ്വാനമാണ്. വളഞ്ഞ വഴിക്ക് സമ്പത്ത് സ്വരൂപിക്കാൻ ഒരു പക്ഷേ കഠിനാധ്വാനം വേണ്ടി വരൂല. അതിന് ചുളിഞ്ഞ വഴിയിലെങ്കിലും പ്രവേശിച്ചാൽ മതി. ചിലപ്പോ ചില സപ്പോർട്ടിംഗ് ഒക്കെ മതിയാകും. സമ്പത്ത് കൊണ്ടുള്ള കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചെലവഴിക്കുന്നത് മാത്രമല്ല, സ്വരൂപിക്കുന്നതും നല്ല വഴിക്ക്, ചെലവഴിക്കുന്നതും നല്ല വഴിക്ക്. സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കഠിനാധ്വാനമുള്ള സംഗതിയാണ്. ചെറിയ കഠിനാധ്വാനമൊന്നുമല്ല. ആത്മീയ രംഗത്തെ മഹാന്മാര് പറഞ്ഞു, സമ്പത്ത് ചെലവഴിക്കുന്നതിന് തടസ്സങ്ങൾ ഒന്നല്ല, ഒരുപാടുണ്ട്. ചിലരതിന് എണ്ണം പറഞ്ഞു, 70-ലധികമുണ്ട് തടസ്സങ്ങൾ. ആത്മീയ രംഗത്ത് മുന്നേറുന്ന ഒരു കൂട്ടം മഹാന്മാർക്കിടയിൽ വെച്ച് ഒരു മഹാൻ എഴുന്നേറ്റ് പറഞ്ഞു, സമ്പത്ത് നല്ല വഴിക്കൊരു മനുഷ്യൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വരും. 70 ചില്ലാനം തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ആ തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റിയിട്ട് ഇന്നൊന്ന് വിജയിക്കണം. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട
അമാനി ഉസ്താദ് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് നല്ല ഹൃദയസ്പൃക്കായ പ്രഭാഷണം നടത്തി തരും. കുറേ ദൂരത്തു നിന്നാണ് ഉസ്താദ് യാത്ര ചെയ്തെത്തുന്നത്. അല്ലാഹു തആല അവിടത്തേക്ക് ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർ സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാറൂഖ് ഉസ്താദിന്റെ പരിപാടിയിൽ വളരെ ദൂരത്തുനിന്ന് ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ യാത്ര ചെയ്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയ ആളുകളുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഖൈറായ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ ഈ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ല മജ്ലിസാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇരിക്കും. പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് കയറിയിരുന്ന് സദസ്സ് ഭംഗിയാക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണം കഴിച്ച ആളുകളൊക്കെ സദസ്സിലേക്ക് വന്നിരുന്ന് സദസ്സിന്റെ ബഹുമാനം കാത്തു സൂക്ഷിച്ച് സദസ്സ് ഭംഗിയാക്കണം. അവിടെയും ഇവിടെയും നിന്ന് വർത്തമാനം പറയുന്ന ആളുകളൊക്കെ സദസ്സിലേക്ക് വരണം. ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് നല്ല സൗകര്യം അപ്പുറത്തുണ്ട്. ഭക്ഷണം കഴിച്ച് സദസ്സിൽ വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് അമാനി ഉസ്താദിന്റെ പ്രഭാഷണവും ശേഷമുള്ള മജ്ലിസും ദുആഉം എല്ലാത്തിലും നല്ല റാഹത്തോടെ സജീവമായി സംബന്ധിക്കണം. അതിന് ഉതകുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കണം. ഉറങ്ങാനാകുന്ന രീതിയിലല്ല, എല്ലാം പങ്കെടുക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന രീതിയിലുള്ള നല്ല ഭക്ഷണം കഴിച്ച് റാഹത്തോടെ എല്ലാവരും ഇവിടെ തന്നെ വന്നിരിക്കണമെന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തും. എല്ലാ തടസ്സങ്ങളും തട്ടി മാറ്റിയിട്ട് സ്വതക്ക ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഒരാൾ പോയി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആ സമരം ചെയ്ത് ധർമ്മം ചെയ്ത് വരുന്ന ഉസ്താദിനെ, ആ വലിയ മനുഷ്യനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. സ്വതക്ക ചെയ്തിട്ട് കഠിനാധ്വാനം ചെയ്ത് വിജയിക്കാൻ വേണ്ടിയല്ലേ പോയത്? എന്തെങ്കിലും ഒരു നല്ല മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ മനസ്സ് എത്ര തടസ്സങ്ങൾ പറയും? ഇഷ്ടം പോലെ പറയില്ലേ? പറയും. എന്നിട്ടൊരു പിന്തിരിപ്പൻ ശൈലി പറയും, ഇപ്പൊ വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി അല്ലേ? എത്ര ആൾക്കാർ അങ്ങനെ കഴിവുള്ള ആൾക്കാര് ഹജ്ജിന് പോകാതെ പിന്തിരിഞ്ഞു പോയി. പലരും മരിച്ചുപോയി. ലക്ഷപ്രഭുക്കൾ, കോടീശ്വരന്മാര് മരിച്ചുപോയി. അവരോടൊക്കെ മനസ്സ് പറഞ്ഞു, ഇപ്പൊ വേണ്ട, അപ്പൊ അതിന് ടൈമായിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകാം. സംഗതി കുറെ കഴിഞ്ഞിട്ടുള്ള നിർബന്ധമാണെങ്കിലും സൗകര്യവും സംവിധാനങ്ങളൊക്കെ എളുപ്പമായാൽ പിന്തിക്കാതിരിക്കലാണ് ഉത്തമം. അതിന് നമ്മുടെ മനസ്സൊന്നുകൂടി പാകപ്പെട്ടു വരണം. ഒരു നന്മയിലേക്ക് ചെലവഴിക്കുമ്പോഴേക്ക് പിന്തിരിപ്പൻ ശൈലികൾ ധാരാളം ഇങ്ങോട്ട് വരും. ഇപ്പൊ വേണ്ട എന്ന് പറയാം. അങ്ങനെ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു നല്ല മനുഷ്യൻ വീട്ടിലേക്ക് പോയി. ആ വീട്ടിൽ നിന്ന് സ്വതക്ക കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ധാന്യങ്ങൾ എടുത്ത്, അത് പഴയ കാലത്തെ ഭാഷ പ്രകാരം തുണിക്കോന്തലയിൽ കെട്ടി റെഡിയാക്കി അദ്ദേഹം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഭാര്യ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുക്കാ? ഞാൻ പുറത്തുനിന്ന് പോയി വരാം. നിങ്ങളെ കയ്യിൽ എന്താണ് കെട്ടിവെച്ചതെന്താ? അത് കുറച്ച് ധാന്യാണ്, ധർമ്മം ചെയ്യാൻ വേണ്ടി, സ്വതക്ക കൊടുക്കാൻ വേണ്ടി. അതിനെ പുറത്തുകൊണ്ടുപോയി കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയല്ലേ? ഞങ്ങളുണ്ടല്ലോ ഭക്ഷിക്കാൻ, ഇവിടെ തന്നെ വെച്ചോളൂ. ഇതിനെ പുറത്തുകൊണ്ടുകൊണ്ട് ആവശ്യം? ഇവിടെ തന്നെ വെച്ച്. ഇവിടെ തന്നെ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പിന്നെ അവിടെ പോയിന്റ് ഇല്ല, അവിടെ തന്നെ വെച്ചു. ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വലിയ ആത്മീയ രംഗത്തുള്ള മഹാന്മാരെ സാന്നിധ്യത്തിലേക്ക് അദ്ദേഹം വന്നു. എല്ലാ എതിരാളികളെയും തോൽപ്പിച്ച് ധർമ്മം ചെയ്ത് വരാൻ വേണ്ടി കഠിനാധ്വാനത്തോടെ പോയതാണ്. എത്ര സ്ഥലത്ത് നിന്ന് തടസ്സം വന്നിട്ടുണ്ട് അല്ലേ? ഒരു ഭിക്ഷക്കാരൻ വന്ന് സ്വതക്ക ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം എന്താ? കൊടുക്കണോ? ഇയാളത് കൊണ്ടുപോയിട്ട് കള്ളുടിക്കോ? നല്ലത് വിചാരിക്കുന്നതിന് പകരം അതല്ലേ വരിക. അപ്പോ സഹോദരങ്ങളെ, അത് വലിയൊരു തൗഫീഖാണ്. വേഗം മനസ്സിൽ ഒരു ഇത് കൊടുത്താൽ അയാൾ തൊട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മളത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ആവശ്യത്തിന് അയാൾ ചോദിക്കണം, കൊടുത്താൽ പോരെ. പക്ഷെ കൊടുക്കാതിരിക്കാനുള്ളൊരു ചിന്തയാണ് ആദ്യം വരിക. നല്ല മനസ്സ് കൽപ്പിച്ചാൽ കൊടുത്താൽ എന്താ കുഴപ്പം? നമ്മളെ മനസ്സിലേക്കുള്ളത് നമുക്ക് കിട്ടൂലേ? കിട്ടും, തീർത്തും കിട്ടും. നമ്മളെ നിയ്യത്തിനനുസരിച്ചുള്ളത് നമുക്ക് കിട്ടും. ആ നിയ്യത്ത് നല്ല രൂപത്തിലാണെങ്കിൽ വാങ്ങിപ്പോകുന്ന ആള് വരെ നന്നായി പോകും. അങ്ങനെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിങ്ങനെ സംസാരിക്കുമ്പോ, ഒരു പെണ്ണ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ആ പെണ്ണിനോടുള്ള സംസാരം ഒന്ന് ചുരുക്കാൻ വേണ്ടി പറയണം.
നിർത്താൻ വേണ്ടി കുറേയല്ലേ സംസാരിക്കുന്നത്. ആ പെണ്ണ് പൊയ്ക്കോട്ടെ, കുറച്ചൊക്കെ ഒരു ഭാഗ്യദോഷമുള്ള പെണ്ണാണ്, അപ്പൊ പിന്നെ കുറച്ച് സംസാരിച്ചാൽ മതിയല്ലോ. ആ പെണ്ണ് പോകുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ പെണ്ണിന് കുറച്ച് ധർമ്മം ചെയ്തു, സ്വതക്ക കൊടുത്തു. അത് കിട്ടി വാങ്ങിപ്പോകുന്ന ആ പെണ്ണ് പോകുന്ന വഴിയില് ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോ ഈ കിട്ടിയത് മുഴുവൻ അയാൾക്ക് ധർമ്മം കൊടുത്തു. നേരത്തെ വന്ന് സംസാരം മതിയാക്കാൻ വേണ്ടി പറഞ്ഞ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ പെണ്ണിനെ നല്ല പെണ്ണാക്കി അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ തിരിച്ചു വിളിച്ച് ഇനിയും വർത്തമാനം പറയാം. നല്ലവരോട് നല്ല വർത്തമാനം പറയാം, അതിന് കേടുണ്ടാവില്ല, നല്ലതേ വരുള്ളൂ. അതൊരു മണിക്കൂർ സംസാരിച്ചാലും നന്മ ഉണ്ടാവുള്ളൂ, കേടായതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പെണ്ണിന് എത്ര പെട്ടെന്ന് ആ നല്ല വിഷയത്തിലേക്ക് ആ പെണ്ണിനെ മാറ്റിയത് മനസ്സറിഞ്ഞ് നൽകിയ ദാനമാണ്, ധർമ്മമാണ്. ആ പെണ്ണിന് സൽപ്പേര് നൽകി, എല്ലാ നിലക്കുള്ള സ്വീകാര്യത നൽകി. കാത്തിരിക്കുന്ന മഹാന്മാരടുത്തേക്ക് ധർമ്മം ചെയ്ത് വിജയിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചു പോയ ആള് തിരിച്ചു വരുമ്പോ അവർ ചോദിച്ചു, എങ്ങനെ 70 ആളെയും തടഞ്ഞു വെച്ച് ധർമ്മം ചെയ്ത് നന്നായി വിജയിച്ചു വന്നോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 69 ആളുകളെയും ഞാൻ തടഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെ അവരുടെ ക്യാപ്റ്റൻ വന്നു എന്നെ തടഞ്ഞു നിർത്തി. 69 ആളെ ഞാൻ തടഞ്ഞപ്പോൾ 70ാമത്തെ ആളായിരുന്നു അവരുടെ നേതാവായി വർത്തിച്ച ആള്. അത് പുറത്തുള്ള ആളൊന്നുമല്ല, സ്വന്തം ഭാര്യ. അവരെ കൊടുക്കുന്നതിന് തടസ്സമായി, അതുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല. തടസ്സങ്ങൾ വരും, ഈ തടസ്സങ്ങൾ തട്ടിമാറ്റുന്നതിനാണ് മുജാഹദ, തീവ്രയത്നം, തീവ്ര പരിശ്രമം എന്നൊക്കെ പേരിട്ട് വായിക്കുന്നത്. ശരീരത്തിന് ചില സമ്മർദ്ദങ്ങൾ വരും, നന്മയുടെ വഴിയിലേക്ക് അതിനെ കൊണ്ടുപോകുമ്പോ തിരുത്താൻ കഴിയണം. അത് തിരുത്തി കഴിഞ്ഞു വരുമ്പോഴാണ് സ്വാർത്ഥതകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും വാക്കിൽ നിന്നൊക്കെ മാറിയിട്ട് നിഷ്കളങ്കരായി മാറുന്നത്, നിസ്വാർത്ഥരായി മാറുന്നത്. അള്ളാഹു അത്തരത്തിൽ ആത്മാർത്ഥതയുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ചേർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വഴിക്ക് സമ്പത്ത് ചെലവഴിക്കുക എന്നത് വിജയിക്കാനുള്ള മാർഗമാണ്. പക്ഷെ അതിനും ഒരു കഠിനാധ്വാനം ഉണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ആ ശൈലി പ്രയോഗിച്ചത്, വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം. പണ്ഡിതന്മാരവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, ശരീരം കൊണ്ടുള്ള അധ്വാനമല്ലേ ആദ്യം പറയേണ്ടത്, സമ്പത്ത് കൊണ്ടുള്ള അധ്വാനാണല്ലോ ആദ്യം പറഞ്ഞത്? അല്ല. അപ്പൊ ചില പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞു, സമ്പത്തിന് വേണ്ടി ശരീരം കൂടി നഷ്ടപ്പെടുത്തുന്ന, യുദ്ധം ചെയ്ത് കൊല്ലാകൊല നടത്തുന്ന ആളുകളെയാണ് പലയിടത്തും കാണുന്നത്. അതുകൊണ്ടാണ് സമ്പത്തിന്റെ അധ്വാനം ആദ്യം മുന്തിച്ചു വെച്ചത്, ശരീരത്തിന്റെ അധ്വാനത്തെക്കാൾ. സമ്പത്തിന് വേണ്ടി കൊല്ലാകൊല നടത്തുകയല്ലേ? എത്രയാണ് അങ്ങനെ ചെയ്യുന്നത്? ഉമ്മ മരണപ്പെട്ടു പോയി, ബാപ്പ നല്ല ആരോഗ്യവാനാണ്, ബാപ്പക്ക് ഒരു കല്യാണം കൂടി വേണം. ആരോഗ്യവാനായ ബാപ്പക്ക് ജീവിക്കാൻ എല്ലാ കാര്യങ്ങളും വീട്ടിലെ മക്കളുടെ ഭാര്യമാരോട് പറയാനോ ചെയ്യിപ്പിക്കാനോ ആശ്രയിപ്പിക്കാനോ കഴിയില്ല, പലതും പറ്റില്ല. പക്ഷെ ആരോഗ്യവാന്മാരായ ജോലിയുള്ള മക്കൾ അതിനെതിരാണ്. എന്താ എതിരാൻ കാരണം? ഒരു ഉമ്മ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ താമസിക്കാൻ റൂമില്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം കഴിക്കാൻ ബാപ്പയുടെ കയ്യിൽ വകുപ്പില്ലാഞ്ഞിട്ടുമല്ല, ഇഷ്ടം പോലെ പണമുണ്ട്. പുതിയതായി വരുന്ന ഒരു ഉമ്മക്ക്, ബാപ്പയുടെ ഭാര്യക്ക് കുഞ്ഞ് ജനിച്ചാൽ സമ്പത്ത് വിഹിതം വെക്കപ്പെടേണ്ടി വരും എന്നൊരാശങ്ക. പള്ളിയിൽ ഇങ്ങനെ കണക്കൂട്ടി വെക്കുമ്പോൾ കുറെ കിട്ടാണ്ട്, പുതിയൊരു മെമ്പർ വന്നാൽ പിന്നെയും കൊടുക്കണ്ടേ? അതുകൊണ്ട് പലരും വേണ്ട വേണ്ട. കഴിഞ്ഞ ദിവസം പരിപാടിക്ക് പോയോടുത്ത് ഭാര്യ മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ പറഞ്ഞു, മക്കളെല്ലാവരും കൂടി വിദേശത്തു നിന്ന് വന്നപ്പോൾ അവരാദ്യം എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളെ മക്കള് നല്ല മക്കളാണ്. അങ്ങനെ പറയുന്നത് അപൂർവമാണ്. നിങ്ങളെ മക്കള് നല്ല മക്കളാണ്, നല്ലവരാണ് അവര്. നിങ്ങൾക്ക് തുണയായിട്ട് എല്ലാ കാര്യങ്ങളും റാഹത്തോടെ ചെയ്യാൻ വേണ്ടി ഒരു സഹായത്തിന് നിങ്ങളെ മക്കൾ അനുകൂലമായി നിന്ന് തന്നില്ലേ? കല്യാണം കഴിച്ചതിന്റെ പേരിൽ ബാപ്പയെ വെട്ടി നുറുക്കി
പലയിടത്തും കൊണ്ടുപോയി ഇട്ടവരില്ലേ സഹോദരങ്ങളെ? പിന്നീട് ഉപ്പ മരണപ്പെട്ടു പോയപ്പോൾ രണ്ടാമത്തെ ഭാര്യയിൽ മക്കളുണ്ടായിട്ട് സമ്പത്ത് വീതം വെക്കുന്ന നേരത്ത് കലാപമുണ്ടായ എത്ര സ്ഥലങ്ങളുണ്ട്? ഇന്നും തർക്കങ്ങൾ തീരാത്ത എത്രയുണ്ട്? അപ്പൊ സമ്പത്തിന്റെ പേരിലാണ് മനുഷ്യന്റെ ഈ കടിച്ചുപറി. അതുകൊണ്ടാണ് ജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം, കഠിനാധ്വാനം ചെയ്യണം നല്ല രൂപത്തിൽ അത് ചെലവഴിക്കുന്നതിന്, നല്ല രൂപത്തിൽ അത് സ്വരൂപിക്കുന്നതിന്. നല്ല രൂപത്തിൽ സ്വരൂപിക്കാനും നല്ല രൂപത്തിൽ ചെലവഴിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ദീനിന് വേണ്ടി നന്നായി സമ്പത്ത് ചെലവഴിക്കണം. സ്വന്തം കാര്യത്തിന് ചെലവഴിക്കുന്നതിനേക്കാൾ അധികം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പൊതുകാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക. ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് ഇവിടെ മജ്ലിസൊക്കെ നടത്തി, വാരാന്ത മജ്ലിസും മാസാന്ത മജ്ലിസും നടത്തിയിട്ട് ഒരുപാട് ആളുകൾ സഹായിക്കുന്ന സഹായം കൊണ്ട് ഇവിടെ മുതഅല്ലിമുകൾ, ഹാഫിളുകൾ ദീന് പഠിച്ച് മതവും ഭൗതികവും പഠിച്ച് നല്ല നല്ല ആളുകളാക്കി അവരെ വാർത്തുവിട്ട് എല്ലാ ചെലവും ഉസ്താദാണ് നിർവഹിച്ചുകൊണ്ട് അത് നടത്തുന്നത്. മുമ്പുള്ളതിനേക്കാൾ ഏറെ ഒരു വ്യത്യാസം, കഴിഞ്ഞ വർഷത്തെ ആണ്ടിൽ നിന്നൊരു മാറ്റം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്കുള്ള പണികളൊക്കെ നടന്ന് അല്ലറ ചില്ലറ വിഷയങ്ങളൊക്കെ ആളുകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും നല്ല ഒരു ബാധ്യത ഇനിയും അതിലേക്ക് ബാക്കിയുണ്ട്. സഹായം ചൊരിക്കാൻ കഴിവുള്ള ആളുകൾ ഇനിയും ആ വിഷയത്തിലേക്ക് നല്ല സഹായങ്ങൾ ചെയ്തു തരണം. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗങ്ങൾക്ക് നീണ്ടകാലം നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾക്കും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹപ്രവർത്തകന്മാരുണ്ട്. ഒന്നും ഭൗതിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല, നല്ല നിലക്കുള്ള മരണവും നല്ല നിലക്കുള്ള ആഖിറത്തിലെ ജീവിതവും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉസ്താദിന്റെ വലത്തും ഇടത്തും പിന്നിലും ഒക്കെയായി നടന്ന് ഊണും ഉറക്കും വരെ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറെടുത്ത് നല്ല നിലക്ക് അക്ഷീണം എത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതുപോലെ തന്നെ സഹായിക്കുന്ന സഹോദരിമാരുമുണ്ട്. അല്ലാഹു തആല അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ദീനിനുള്ള വലിയ ഖിദ്മത്തായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ജാതി മതഭേദമന്യേ ആശ്രയിക്കുന്ന മജ്ലിസാണ് ഇവിടെ വാരാന്തമായും മാസാന്തമായും നടക്കുന്ന മജ്ലിസൊക്കെ. ഒരുപാട് പ്രശ്നങ്ങൾക്ക് മനുഷ്യർക്കുണ്ടാകുന്ന മാനസികമായും ശാരീരികമായും സാമ്പത്തികമായുമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകപ്പെടുന്ന ആ സദസ്സുകളൊക്കെ നമുക്ക് വലിയൊരു ആവേശമാണ്, ആശ്രയമാണ്. തനതായ രീതിയിൽ പുരോഗതിപ്പെടുത്തി പൂർവ്വ പുരോഗതിയിലേക്ക് ഉയർത്തിയിട്ട്, നല്ലോണം പുരോഗതിയിലേക്ക് ഉയർത്തിയിട്ട് അല്ലാഹു തആല അതിനെ വളർത്തി തരുമാറാകട്ടെ.